മണിമണ്ഡപത്തിലാണോ പൂജ നടക്കുന്നത്? അല്ലല്ല. ഇപ്പൊ ഈ കണ്ഠർ രാജീവർ പറഞ്ഞില്ലേ അതൊന്നും അല്ലെന്ന്. അപ്പൊ അത് ചരിത്രം അറിവില്ലാത്തോണ്ട് പറഞ്ഞാണ്. സാമുവൽ മെറ്റീരിയൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പുരുഷന്മാർ മാത്രമേ വരാറുള്ളൂ വ്രതം എടുത്തുകൊണ്ട്. അപ്പൊ ഇവർക്ക് സമ്മതം കിട്ടണമെങ്കിൽ ക്രിസ്ത്യാനിയും സായിപ്പും പറയണല്ലോ, അതുകൊണ്ടാണ് ആ പേരിടയ്ക്ക് പറയുന്നത്. ഗുരുമൂർത്തി പറഞ്ഞുകൊണ്ട് ആൾക്കാർ കേൾക്കില്ലല്ലോ. രജപുത്രന്മാരുടെ ഭാര്യമാര് ഇസ്ലാമുമായിട്ട് ഏറ്റുമുട്ടലിൽ പുരുഷൻ കൊല്ലപ്പെട്ടാൽ ഇവര് വീട് റെയ്ഡ് ചെയ്തിട്ടും ഹിന്ദു സ്ത്രീകളെ, ഭർത്തൃമതിര സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി ബലാത്കാരം ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനിയും ശബരിമല ആക്രമിക്കപ്പെടുന്നു. അതിനകത്ത് ഈ ക്രിസ്ത്യൻ മതം സ്വീകരിച്ച ടീമുകൾ വലിയൊരു ശതമാനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് കാട്ടിനകത്ത് അവർ ശിവൻ എന്നാണ് അവർ പറയുന്നത്. ശിവൻ തന്നെയാണത്. ചന്ദ്രക്കല ധരിച്ചിട്ടുള്ള ഒരു പഴയ കിരാത മൂർത്തി തന്നെയാണ്. അയ്യപ്പൻ എന്നോ അല്ലെങ്കിൽ ശാസ്താവെന്നോ അല്ല അവർ പറയുന്നത്. അപ്പോൾ ഏത് മൂർത്തിയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നുള്ളത് നമ്മൾ ഇനിയും ആദിവാസി വിഭാഗങ്ങളുടെ വാക്കുകൾ കേൾക്കണം. അവരെ ആരും കേൾക്കുന്നില്ല, അത് തെറ്റാണ്. ആ വിഭാഗങ്ങളോട് സംസാരിക്കണം. ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന വിഭാഗങ്ങൾ അവർ ഇത് ശിവൻ തന്നെയാണ്. അങ്ങനെ കഥയുണ്ടാക്കിയപ്പോൾ എന്തുണ്ടായി? ഹിന്ദു മതത്തിൽ അതുവരെ തമ്മിലടിച്ചിരുന്ന ആളുകളൊക്കെ അയ്യപ്പൻ്റെ പേരിൽ ഐക്യപ്പെട്ടു. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് കുതിര അത്ര നമ്മുടെ നേറ്റീവ് കുതിരകളൊന്നും അതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് സർവം കല്ലുതം ബ്രഹ്മ എന്ന് പറഞ്ഞു പോയിട്ട് മുട്ടടിച്ചാൽ പോരാ. തിരുവനന്തപുരത്ത് ഗോപൻ സ്വാമിയുടെ എന്ത് ആക്ഷേപമാണ് മീഡിയ ഉണ്ടാക്കിയത്. കാരണം എന്താ? ആ നാടാർ സമുദായത്തെ 99% ക്രിസ്തുമതം മതം മാറ്റി കഴിഞ്ഞു. അതിലൊരാൾ ശിവനെ ധ്യാനിച്ച് സമാധി ഇരുന്നാൽ ആർക്കാണ് കോട്ടം? ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ആധ്യാത്മിക രംഗത്തും ഭൗതിക രംഗത്തും ഒക്കെ തന്നെ വളരെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. അതുപോലെ തന്നെ ശബരിമല വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയുടെ ഒരു നട്ഷെല്ലിൽ ഞാനൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് അങ്ങേക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്ന് പറയാം. AD 1766 1792 മൈസൂർ ട്രാവൻകൂറിനെ ആക്രമിക്കുന്നത്. ധർമ്മരാജയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിനെല്ലാം സെറ്റിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 20 lakhs rupees പന്തളം തിരുവിതാംകൂറിന് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വർഷാവർഷം ഇത്ര രൂപ വീതം വെച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് 1819 1821 കാലഘട്ടത്തിൽ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ സ്വാതി തിരുനാളിൻ്റെ ചെറിയമ്മ റീജൻ്റായിട്ടുണ്ടായിരുന്ന ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ഭായി ഈ പന്തളം രാജ്യത്തിന് മുഴുവൻ അനക്സ് ചെയ്തെടുക്കുക വൈകിട്ട് ശബരിമല ഇതിൻ്റെ കൂടെ കൂടി 1881 ആണ് നമ്മുടെ ഈ ശബരിമലയിൽ, അതായത് ഇപ്പം മലയരയർ മലമ്പണ്ടാരങ്ങളൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ, അതിനകത്തെ താളനാനി പാപ്പൻ എന്ന് പറയുന്ന ഊരാളി ക്രിസ്തുമതം സ്വീകരിക്കുക. അതെ അതെ. അയാൾ മാത്രമല്ല, അയാളെ ചിലമ്പും വാളും അയാൾ ഒറാക്കളായിരുന്നു. അതെ. ആ വെളിച്ചപ്പാട് അദ്ദേഹത്തിൻ്റെ വാളും ചിലമ്പും എല്ലാം കൂടെ ചേർത്തിട്ട് റവറൻഡ് റിച്ചാർഡ് സാഹിബിന് കൊടുത്തു. അതിപ്പോൾ പുരോഹിതനാണ്. അതെ. ഇദ്ദേഹം ഇപ്പോൾ ആ ചിലമ്പെന്ന് പറഞ്ഞാൽ ലണ്ടനിലെ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ മ്യൂസിയത്തിൽ ഇപ്പോൾ സാധനരിപ്പുണ്ട്. ഇവർ ഫാമിലി ആയിട്ട് മതം മാറി. അതിനുശേഷം AD 1902 ശബരിമലയിൽ ആദ്യത്തെ തീവെപ്പ് നടക്കാം. അതെ. ഈ തീവെപ്പിനകത്ത് മലയരയർക്കുള്ള സ്വാധീനം അല്ലെങ്കിൽ അവരുടെ പങ്ക് പറയുന്നുണ്ട്. അതുവഴിയിട്ട് ഈ 1902-03 കാലഘട്ടത്തിൽ മൂലം തിരുനാളായിരുന്നു അന്നത്തെ രാജാവ്. അദ്ദേഹം കുറേ ആൾക്കാരെ അവിടെ നിന്ന് കുടിവെപ്പിച്ചു വിട്ടു. ഇനിയും ശബരിമല ആക്രമിക്കപ്പെടുമെന്ന് വിചാരിച്ച് എല്ലാ ആൾക്കാരും എന്നല്ല മലയാളിയായിട്ട് പറയുന്നത്. അതിനകത്ത് ഈ ക്രിസ്ത്യൻ മതം സ്വീകരിച്ച ടീമുകൾ വലിയൊരു ശതമാനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മൊത്തം മാറിപ്പോയിട്ടുണ്ട്. അപ്പം 1903 SNDP വരുവാണ്. ആ സമയത്ത് ശബരിമലയിൽ ആടുവെട്ടുണ്ടായിരുന്നു. ഏകദേശം 32-64 എന്നൊക്കെ പറയുന്നത്. അതെ അല്ലേ? അതെ. കോന്നി പിച്ചനാട്ട് കുറുപ്പന്മാർ അവരായിരുന്നു ചെയ്തുകൊണ്ട് ബോൾഡ് കമ്മ്യൂണിറ്റിയാണ്. അതെ. അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ 93 മുതൽ നടക്കുകയാണ്. അപ്പം അത് ഏകദേശം ഷണ്ഡീകരിക്കപ്പെട്ടു. 1909-10 കാലഘട്ടത്തിലാണ്. അപ്പം രാജാവ് വിവരിക്കുന്നത് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? പരമ്പരാഗതമായി പിച്ചനാട്ട് കുറുപ്പന്മാരാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയുള്ള ഈ ചീരപ്പഞ്ചറക്കാർക്ക് അവർക്ക് അവിടെ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർക്കും ഉണ്ടായിരുന്നു, ഈ മലയരന്മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ പൗരോഹിത്യം എന്ന് പറയപ്പെടുന്ന സാധനം ഉണ്ടായിരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പിച്ചനാട്ട് കുറുപ്പന്മാർക്ക്, കോന്നി കുറുപ്പന്മാർക്ക് ബലി ചെയ്യുന്നവർ. അതെ. അത് ഈ പറഞ്ഞതുപോലെ SNDPയുടെയും ബാക്കി ചില സാമൂഹ്യ നവോത്ഥാന സാമൂഹ്യ വിരോധികളെന്നാണ് ഞാൻ പറയുന്നത്. വേദാന്തികളുടെ ഭാഗമായി അതെ, സാമൂഹിക പ്രശ്നം ഉണ്ടാക്കുന്നവർ ഈ സാമൂഹ്യ നവോത്ഥാന നായക പ്രസ്ഥാനങ്ങളെല്ലാം കൂടി ഇല്ലാണ്ടാക്കി. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഇവരെല്ലാം കൂടെ അംഗീകരിക്കുന്ന
വൈദിക രീതിയിലേക്ക് 1909-10 കാലഘട്ടത്തിൽ ഈ ചെറിയൊരു കാര്യം പറയാം. രാജാറാം മോഹൻ റോയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. സതി ഒരു കാലത്തും പ്രവലൻ്റ് ആയ ഒരു ആചരണമായിരുന്നില്ലെന്ന് ബ്രിട്ടീഷ് റെക്കോർഡ്സ് തന്നെ ഉണ്ട്. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും വരച്ച ചിതയിലേക്ക് ചാടുകയായിരുന്നില്ല. അതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. രജപുത്രന്മാരുടെ ഭാര്യമാർ ഇസ്ലാമുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ പുരുഷൻ കൊല്ലപ്പെട്ടാൽ, ഹിന്ദു പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടാൽ, ഇവർ വീട് റെയ്ഡ് ചെയ്തിട്ടും ഹിന്ദു സ്ത്രീകളെ, ഭർത്തൃമതികളെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയി ബലാത്കാരം ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് സ്ത്രീകൾ എന്ത് തീരുമാനിച്ചത്? ഭർത്താവിൻ്റെ ചെയ്തതിൽ ഞങ്ങൾ ചാടിച്ചാവുന്നു. അല്ലാതെ ഇറ്റ് വാസ് നോട്ട് എ പ്രെവലന്റ് കസ്റ്റം ഓഫ് ഹിന്ദു കമ്മ്യൂണിറ്റി. ഹിന്ദു മതത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിലും അത് എഴുതി വെച്ചിട്ടുമില്ല. അപ്പോൾ ഈ 1909-1910 കാലഘട്ടത്തിലാണ് താഴമൺ മഠത്തിലേക്ക് പോണത്. ഈ സമയത്തേക്കാണ് ഇവർ വരുന്നതെന്നാണ് നമ്മുടെ എനിക്ക് കിട്ടിയിരിക്കുന്ന റെക്കോർഡ്, തെറ്റുണ്ടായിരിക്കാം. 1910 ഇത് പുനരുദ്ധാരണം 1909-10 10-11 കാലഘട്ടത്തിൽ താഴമൺ മഠത്തിൽ. എൻ്റെ ചോദ്യം 1902 തീ വെക്കപ്പെടുമ്പോൾ അവിടെ ആരായിരുന്നു അപ്പോൾ പൂജ ചെയ്തിരുന്നത്? പിച്ചനാട്ട് കുറുപ്പന്മാരായെന്നുള്ളതാണ് നമുക്ക് അയ്യപ്പൻ പൂജ ചെയ്തിരുന്നത്. അതെ അതെ. അങ്ങനെ അവർ ആടിവെട്ട് പൂജയല്ല, അത് ചെയ്യുന്ന പുറത്താണ്. ഞാൻ പറയുന്ന അയ്യപ്പൻ അല്ലെങ്കിൽ ആയിരിക്കുന്ന ശാസ്താവിന് പൂജ ചെയ്തിരുന്നത് ആ ക്ഷേത്രമുള്ള കത്തിക്കപ്പെട്ടത്. അതാണ് ഞാൻ പറയുന്നത്. സാമുവൽ മെറ്റീരിയലിൻ്റെ ഗ്രന്ഥം അതിൽ പറയുന്നത് ഈ പറഞ്ഞ ബ്രാഹ്മണനാണ് അവിടെ പൂജ ചെയ്യുന്നതാണ് അതിലുള്ളത്. അവിടെ ഒറാക്കിൾസ് ആയിരുന്നു മലയരന്മാരിൽ ഒരു വിഭാഗം. അതൊന്ന് പുനഃപരിശോധിക്കണം ആ വിഷയം. തീർച്ചയായിട്ടും. അപ്പം ഞാൻ ഈ ഒരു വിഷയം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒറാക്കിൾസ് ആയിരുന്ന ആൾക്കാർ അവരുടെ അധികാരത്തിൻ്റെ ഭാഗമായിരുന്ന വാളും ചിലമ്പും എല്ലാം ക്രിസ്ത്യാനിറ്റിക്ക് സമർപ്പിച്ചിട്ട് മതം മാറിപ്പോയ ഈ ആളുകൾ എങ്ങനെയാണ് ഇതിനൊക്കെ വീണ്ടും കടന്നു വരണം? ഞങ്ങളുടേതായിരുന്നു. ഇപ്പം പല മലയാളിയന്മാർ പറയുന്നുണ്ട് എൻ്റെ അമ്മാവനായിരുന്നു, എൻ്റെ കൊച്ചച്ഛനൊക്കെ ആയിരുന്നു. സത്യത്തിൽ ലിറ്ററലി അവിടെ എന്താണ് ഒരു ഡൈറ്റ് ഉണ്ടായിരുന്നത് സാറിൻ്റെ ഒരു അന്വേഷണ പ്രകാരം? അല്ല, ഞാൻ റീസെൻ്റ്ലി ഒരു റിസർച്ച് നടത്തിയതിലും എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നിന്ന് പറഞ്ഞതിലും അയാൾ ആ വിഭാഗക്കാരൻ മലയരനല്ല, വേറെയും ചില കാട്ടിനകത്ത് താമസിക്കുന്ന ആദിവാസി വിഭാഗങ്ങളുണ്ട് അവിടെ. അവർ പറയുന്നത് കാട്ടിനകത്ത് അവർ ശിവൻ എന്നാണ് അവർ പറയുന്നത്. ശിവൻ തന്നെയാണത്. ചന്ദ്രക്കല ധരിച്ചിട്ടുള്ള ഒരു പഴയ കിരാത മൂർത്തി തന്നെയാണ്. അയ്യപ്പനെന്നോ അല്ലെങ്കിൽ ശാസ്താവെന്നോ അല്ല അവർ പറയുന്നത്. ഈ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി പറയുന്നത് കിരാത രുദ്രനാണ്, പഴയ കാട്ടിനകത്തുള്ള ശിവൻ എന്നാണ് പറയുന്നത്. അത് പിന്നീട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു കാലത്ത് വൈഷ്ണവ ശൈവ തർക്കം നിരന്ന കാലത്ത്, ആ തർക്കം 13-ാം നൂറ്റാണ്ടിൽ മധ്വാചാര്യ കാലത്ത് വളരെ മുറുകിയിരുന്നു. അതിനു മുമ്പ് രാമാനുജാചാര്യ കാലത്ത്, ഈ യാദവാഭ്യുദയൊക്കെ എഴുതിയ കാലത്ത് വളരെ രൂക്ഷമായിരുന്നു തമിഴ്നാട്ടിലൊക്കെ. അപ്പോൾ തമിഴ് കേരളം, അന്ന് കേരളം എന്ന് പറയേണ്ട, തമിഴ് അതായത് ദക്ഷിണേന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന ഈ ശൈവ വൈഷ്ണവ തർക്കത്തിന് ഒരു പരിഹാരമായിട്ടൊരു രമ്യമൂർത്തി അല്ലെങ്കിൽ സമന്വയമൂർത്തിയായിട്ട് കൂടിയാലോചിച്ച് അവതരിപ്പിച്ചതായിരിക്കണം ഈ ശങ്കരനാരായണ മൂർത്തിയായിരിക്കുന്ന ഹരിഹരപുത്രൻ. സത്യത്തിൽ അത് കിരാത രുദ്രൻ തന്നെയാണ് എന്നാണ് പഴയ കാട്ടിനകത്തുള്ള ഇപ്പോഴും ആ ഗോത്രവിഭാഗങ്ങൾ, അദ്ദേഹത്തെ അവർക്ക് ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാം, അവർ പറയുന്നത് ഇപ്പോഴും. അപ്പോൾ ആ കിരാത രുദ്രൻ്റെ മകനാണോ അയ്യപ്പൻ എന്ന് പറയുന്നത്? അല്ല, അത് ഞാൻ പറയുന്നത് ഇപ്പം പ്രതിഷ്ഠയാണ് ഞാൻ പറയുന്നത്. പഴയ കാലത്തെ പീഠം. അയ്യപ്പൻ ചരിത്ര പുരുഷനാണ്. അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലം 25 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. അയ്യപ്പൻ അമ്പ് ചെയ്തിട്ട് കാട്ടിനകത്ത് ഈ മൂർത്തി ഇരിക്കുന്ന ഭാഗത്തേക്ക് അമ്പ് ചെയ്തിട്ട് രാജാവിനോട് പറയുന്നതായിട്ടാണല്ലോ ചരിത്രം, ഞാൻ അവിടെ പോയിട്ട് സമാധി ഇരിക്കുമെന്ന്. അപ്പം അയ്യപ്പൻ സമാധി വിലീനനായത് ഈ കിരാതരുദ്രനിലേക്കാണ്. അയ്യപ്പൻ ചരിത്ര പുരുഷനാണ്. ഇപ്പം മണിമണ്ഡപം സമാധി മണ്ഡപമാണല്ലോ, അങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിനകത്തല്ല അത്. മണിമണ്ഡപം അവിടെയാണോ? ശബരിമല പോയിട്ടുണ്ടോ? മണിമണ്ഡപത്തിലാണോ പൂജ നടക്കുന്നത്? അല്ലല്ല. ഇപ്പോൾ ഈ കണ്ഠർ രാജീവർ പറഞ്ഞില്ലേ അതൊന്നും അല്ലെന്ന്. അപ്പോൾ അത് ചരിത്രം അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞാണ്. അയ്യപ്പൻ്റെ സമാധി മണ്ഡപമാണ് മണിമണ്ഡപം. പൂജ നടക്കുന്നത് പുരാതനമായ കിരാതരുദ്രനാണെന്നാണ് പണ്ടുള്ള പഴയ ആദിവാസി വിഭാഗങ്ങൾ പറയുന്നത്. അവർ വേറൊന്നുകൂടി പറഞ്ഞു, അന്ന് കാലത്തൊക്കെ കാട്ടിനകത്ത് എത്ര സ്ത്രീകൾ പ്രസവിച്ചിരിക്കാം, എത്ര മരണം നടന്നിരിക്കാം, എത്ര പേർ ആർത്തവ കാലത്ത് അതിലേക്ക് ഉള്ളി ഒടിക്കാനും കമ്പ് വെറുക്കാനും പോയിട്ടുണ്ടാവാം. അപ്പോഴൊന്നും ഇല്ലാത്ത ഈ ആർത്തവ വിരോധം ഇപ്പോൾ എങ്ങനെ വന്നെന്നാണ് ചോദിക്കുന്നത്. അത് ഞാൻ കൊടുത്ത മറുപടി, അയ്യപ്പൻ അവിടെ വിലയിച്ച ശേഷം ആണ് ആ നിയമം വന്നത്. അയ്യപ്പൻ വിലയിക്കുന്നത് വരെ ആർക്കും അവിടെ പോകാമായിരുന്നു. അതുകൊണ്ട് സാമുവൽ മെറ്റീരിയൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പുരുഷന്മാർ മാത്രമേ വരാറുള്ളൂ വ്രതം എടുത്തുകൊണ്ട്. അപ്പോൾ ഇവർക്ക് സമ്മതം കിട്ടണമെങ്കിൽ ക്രിസ്ത്യാനിയും സായിപ്പും പറയണമല്ലോ, അതുകൊണ്ടാണ് ആ പേരിടയ്ക്ക് പറയുന്നത്.
ഗുരുമൂർത്തി പറഞ്ഞുകൊണ്ടൊന്നും ആൾക്കാർ കേൾക്കില്ലല്ലോ. ക്രിസ്ത്യാനിയും സായിപ്പും വെള്ളക്കാരും പറഞ്ഞാലേ നമ്മൾ അണ്ണന്മാർക്ക് സ്തുതിക്കുള്ളൂ. അയാൾ പോലും പറഞ്ഞിരിക്കുന്നത് അയ്യപ്പൻ, അയാൾ എഴുതി ചൗരിമല എന്നല്ല എഴുതിയിരിക്കുന്നത് ശബരിമലയ്ക്ക്. അയാൾ ഇംഗ്ലീഷിൽ എഴുതി ചൗരിമല എന്നാണ് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ആ ബുക്ക് വായിച്ചാൽ ഞാൻ അതിൽ പുള്ളി പറയുന്നത് വ്രതത്തോടു കൂടി പുരുഷന്മാർ മാത്രം വരുന്ന അമ്പലമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സാമ്പൽ പറ്റി അയാൾ ഒരുപാട് പഠിച്ചിട്ട് എഴുതിയിരിക്കുന്നത്. ജാതി സെൻസസ് എടുത്ത ആളാണ് പുള്ളി. ആ ഭാഗത്തെല്ലാം ഏതൊക്കെ ജാതി ഗോത്രങ്ങളുണ്ട് മതം മാറ്റാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പോയിൻ്റ് എന്താ വെച്ചാൽ, ഇപ്പോഴും ശബരിമലയിൽ ആദ്യം ജലാഭിഷേകമല്ല, പൂജയുടെ തത്വം ജലം മുതൽ ജലം വരെയാണല്ലോ. ജലാദ്യ ജലാന്തമാണ് തത്വം. ശബരിമലയിൽ മാത്രം അത് ആദ്യം ഭസ്മമാണ്. അത് രുദ്രന് വേണ്ടിയിട്ടുള്ള ഭസ്മാഭിഷേകമാണ്. അപ്പം ശ്രീരുദ്രൻ ജപിച്ചുകൊണ്ടാണ് അവിടെ അഭിഷേകം നടക്കുന്നത്. ഇപ്പോഴും ശ്രീരുദ്രത്തിനാണ് ഏറ്റവും പ്രാധാന്യം ശബരിമലയ്ക്കകത്ത്. മാത്രമല്ല, കൊടുക്കുന്ന നേദ്യം അനുസരിച്ചാണ് ദേവതയുടെ ഉഗ്രത. പാനകമാണ് കൊടുക്കുന്നത്. ഉഗ്രമൂർത്തികളായ നരസിംഹം, ഭദ്രകാളി, അതുപോലെ ശ്രീരാമചന്ദ്രൻ യുദ്ധമൂർത്തിയാണല്ലോ, അയ്യപ്പൻ, ഇവർക്കൊക്കെ പാനകമാണ് കൊടുക്കുന്നത് നേദ്യം. രാത്രി ബലിയും അവിടെ ഉണ്ടായിരുന്നു, പുറത്ത് കുറുപ്പന്മാരുടെ ബലി. അതൊക്കെ കാണിക്കുന്നത് ഒരു യുദ്ധമൂർത്തിയാണ്, കിരാതമൂർത്തിയാണ്, കാട്ടുമൂർത്തിയാണെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത് ഏത് പർട്ടിക്കുലർ മൂർത്തിയാണ് എന്ന് എന്നെ വിളിക്കുന്നത് അറിയും, അത് പറയേണ്ട വന്നു. ഗുരുമൂർത്തി എന്നാണ് പറയുന്നത് എല്ലാവരും. ഗുരുമൂർത്തി എന്നായിരുന്നു പറയുന്നത്, കുരുമൂർത്തി എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഏത് മൂർത്തിയാണ് അതിനകത്ത് ഉണ്ടായിരുന്നുള്ളത് നമ്മൾ ഇനിയും ആദിവാസി വിഭാഗങ്ങളുടെ വാക്കുകൾ കേൾക്കണം. അവരെ ആരും കേൾക്കുന്നില്ല, അത് തെറ്റാണ്. അവരെ കേട്ടിട്ട് വേണം നമ്മൾ തീരുമാനം. അല്ലാതെ ഇവിടെ കുറേ സന്യാസിമാരും കുറേ പേര് ഇരുന്ന് പറഞ്ഞുകൊണ്ടൊന്നും ശരിയാവില്ല. അവിടെ പോയിട്ട് ആ വിഭാഗങ്ങളോട് സംസാരിക്കണം. ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന വിഭാഗങ്ങൾ അവർ ഇത് ശിവൻ തന്നെയാണെന്നാണ്, ശിവൻ്റെ കിരാതഭാവം. ശൈവ സിദ്ധ സമ്പ്രദായമായിട്ട് ബന്ധമുണ്ടായിരിക്കും, ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം 18 പടി എന്ന് പറയുന്നത് 18 മലയായിക്കണമെന്നില്ല. കാരണം 18 മലയ്ക്കും പൂജ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 18 സിദ്ധന്മാരും ആവാലോ. അഗത്യർ, ചട്ടൈമാമുനി, ഗോരക്കർ, അച്യേന്ദ്രനാഥൻ എന്ന് തുടങ്ങിയിട്ടുള്ള, ഗോരഖനാഥനാണ് ഈ ഗോരക്കെന്ന് പറയുന്നത്. അപ്പോൾ അതും അയ്യപ്പൻ ശരിക്കും സിദ്ധ പുരുഷനാണ്. കാരണം അയ്യപ്പനിലാണത്. അത് പണ്ട് കാലത്ത് സിദ്ധപരമ്പര ആയിക്കണമെന്നില്ല. അയ്യപ്പൻ എന്ന സിദ്ധൻ അവിടെ വന്ന് സിദ്ധി കൂടിയതുകൊണ്ടാണ് ആ പടി പൂജയും മറ്റൊക്കെ വരാൻ കാരണം മുരുകനാണ് സിദ്ധസംഘത്തിൻ്റെ നായകൻ. ദക്ഷിണേന്ത്യയിലെ മുരുകനാണ് സിദ്ധസംഘത്തിൻ്റെ നായകൻ. മുരുകൻ്റെ ശിഷ്യന്മാരായിട്ടാണ് അഗത്യരടക്കമുള്ളവർ പറയുന്നത്. അഗത്യരാണ് ഇവരുടെയൊക്കെ ഗുരു. ആരുടെ? ഈ 18 സിദ്ധന്മാരുടെയും ഗുരു. തമിഴ് ഭാഷയുടെ ഗുരു, തോൽക്കാപ്പിയരുടെ ഗുരുവാണ്. അപ്പോൾ ഈ പുലിപ്പാൽ കൊണ്ടുവരാൻ പോയി എന്നൊക്കെ പറഞ്ഞൊരു കഥയുണ്ടല്ലോ, അത് പുലിപ്പാല് സിദ്ധർ തന്നെ പുലിയായി വരികയും ശിഷ്യനെ തോളത്തേറ്റി കൊണ്ടുവരുന്നു ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു സിദ്ധഭാഷ ഉണ്ട് അതിന്. 18 പടിയും ഓരോ സിദ്ധനുള്ള പൂജയായിട്ടാണ് കണക്കാക്കുന്നത്. അത് തൊട്ട് വന്ദിച്ച് മാത്രം നമ്മൾ കയറുന്നത്. ഒരു പടിയിൽ അങ്ങനെയല്ല നമ്മൾ കയറുക, തൊട്ട് വന്ദിച്ചാണ് കയറുന്നത്. അപ്പം അങ്ങനെ ഒരു ഭാഷ ഉണ്ട് അവിടെ. പക്ഷെ അതിനും അയ്യപ്പനോളമേ പഴക്കമുള്ളൂ. അയ്യപ്പന് പിന്നോട്ടുള്ള കാലത്ത് അങ്ങനെയല്ല. അവിടെ ഈ മുളയ്ക്കകത്ത് കാട്ടുതേൻ ശേഖരിച്ച് അവരുടെ കിരാതമൂർത്തിക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ല, അതൊക്കെ നിർത്തലാക്കപ്പെട്ടു. അത് ഞാൻ പറഞ്ഞു, കാലം ഓരോന്നിനെ സൃഷ്ടിച്ചു വിടും. ആചാരങ്ങളെയും വ്യക്തികളെയും കലകളെയും നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഫ് ദ വേൾഡ്, ലോകത്തെപ്പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ രൂപപ്പെടുന്നത് കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത് തെറ്റ്, അത് ശരിയെന്ന് പറയാൻ പറ്റില്ല. അത് ഇങ്ങനെ നിയതിയാണ്, നിയോഗമാണ്. ആദിവാസികളുടെ ഊരിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് ശിവനാണത്, കിരാതരുദ്രനാണ് എന്നാണ് പറഞ്ഞത്. വേട്ടയ്ക്കരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള അവരുടെ ഒരു മൂർത്തി ശിവൻ തന്നെ. ആ മൂർത്തിയെ ഒരു സമന്വയമൂർത്തിയായി രൂപീകരിച്ചത് ബ്രാഹ്മണരാണ്. അപ്പോൾ അവിടെ എല്ലാം മാറി. പഴയ മൂർത്തിയല്ല ഇപ്പോൾ ഉള്ളത്, പഴയ രൂപത്തിലല്ല ആരാധന നടക്കുന്നത്. പഴയ ആരാധനയൊക്കെ നിർത്തലാക്കി. ബ്രാഹ്മണർ എന്ത് ചെയ്തു? ശൈവ വൈഷ്ണവ തർക്കം പരിഹരിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ശബരിമലയിലെ പ്രതിഷ്ഠ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ, അവിടെ വിഷ്ണുവിൻ്റെ ചൈതന്യം ഉണ്ടെന്നും ശിവൻ്റെ ചൈതന്യം ഉണ്ടെന്നും കഥയുണ്ടാക്കി. അത് കഥയാണ്. ചൈതന്യം ഉണ്ടായിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ കഥയുണ്ടാക്കിയപ്പോൾ എന്തുണ്ടായി? ഹിന്ദു മതത്തിൽ അതുവരെ തമ്മിലടിച്ചിരുന്ന ആളുകളൊക്കെ അയ്യപ്പൻ്റെ പേരിൽ ഐക്യപ്പെട്ടു. ഇപ്പോഴും കാണാം അയ്യപ്പനോളം
ഹിന്ദുക്കളുടെ ഇടയിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്ന മറ്റൊരു മൂർത്തി ഭാരതത്തിലില്ല. അത് ഇതിൻ്റെ കാരണമാണ്. അതുകൊണ്ട് ബ്രാഹ്മണ്യം ചെയ്തൊരു വലിയ ഗുണമാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ രീതികൾ എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഒരു കറുപ്പെടുത്ത് പോകുന്നത് അതൊക്കെ പഴയ ആചാരത്തിൽ നിന്നും കുറച്ചെടുത്തു, പുതിയ ആചാരം കുറച്ച് കൂട്ടി. ഹിന്ദുമതം അങ്ങനെയാണ്. ഹിന്ദുമതം ഓരോ ചാലഞ്ച് വരുമ്പോഴും അതിനനുസരിച്ച് മാറുന്നൊരു മതമാണ്, റെസ്പോണ്ട് ചെയ്യുന്നൊരു മതമാണ്. അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. സാംസ്കാരികപരമായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് പുലിവാഹനായിരിക്കുന്ന അയ്യപ്പനെയാണ്, അശ്വവാഹനായിരിക്കുന്ന ആളെയല്ല. വാജിവാഹനമുണ്ട്, തുരകവാഹനമുണ്ട്, കുതിരയാണ് പറയുന്നത്, തുരകവാഹനം. അല്ല, നമ്മളിപ്പോഴും സാംസ്കാരികപരമായിട്ട് എടുക്കുമ്പോഴേ അല്ല, അവിടെ പൂജയിൽ കൊടിമരത്തിന് മേലുള്ള വാഹനം, കൊടിമരത്തിന് മേലെ എന്താണ്? അല്ല, നമ്മൾ ഈ പറഞ്ഞ പിൽഗ്രിംസ് എടുക്കുന്നത് പുലിവാഹനായിരിക്കുന്ന അയ്യപ്പൻ അങ്ങനെയല്ല. ഇപ്പോൾ അവിടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പിലുള്ള കൊടിമരത്തിന് മേലെ എന്താണ് എന്താണുള്ളത്? അത് കുതിരയാണ്. രേവന്തൻ എന്ന് പറയുന്ന മൂർത്തിയാണത്. തമിഴ്നാട്ടിലെ രേവന്തനാണത്. പുലിവാഹനായിരിക്കുന്ന അയ്യപ്പൻ ഇവിടെ മാത്രമേ, അത് ഈ സിദ്ധപരമ്പരയുടെ കഥയാണ്. അയ്യപ്പൻ പുലിമേലെ വന്നു എന്നുള്ളത് സിദ്ധപരമ്പരയുടെ കഥയാണത്. അത് അയ്യപ്പനെ പറ്റി ആ അകത്തിരിക്കുന്ന രേവന്തനെ അല്ല പറയുന്നത്. ഇപ്പോൾ രേവന്തൻ എന്ന മൂർത്തി അവിടെ പറഞ്ഞത് അതിനു പോലും അത്ര കാലം പഴക്കമില്ലെന്ന് വേണം പറയാൻ. ഈ അശ്വാരൂഢനായിരിക്കുന്ന ഒരു മൂർത്തി കുതിരപ്പുറത്ത് പോകുന്നത്, കുതിരയെ മെരുക്കിയെടുത്തിട്ട് പോകാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇത്ര പഴക്കമുണ്ട്, അത് ആലോചിക്കണം. അത് ശരിയാണ്. അല്ല, മഹാഭാരത കാലത്തുണ്ടത്, 5000 ആണ്ട് മുമ്പ് ഉണ്ടത്. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് കുതിര അത്ര നമ്മുടെ നേറ്റീവ് കുതിരകളൊന്നും അതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് സർവം കല്ലുതം ബ്രഹ്മ എന്ന് കണ്ടുപോയിട്ട് മുട്ടടിച്ചാൽ പോരാ. ഇതൊക്കെയാണ് പഠിക്കേണ്ടത്, ജനതയുടെ ചോദ്യങ്ങൾ അതൊക്കെ. കാരണം നമ്മൾ ചെറുപ്പത്തിലെ മുതൽ കേട്ടുവന്നിരിക്കുന്നത്, എൻ്റെ പൂർവികരായിരിക്കണം, എൻ്റെ അച്ഛമ്മ 100 വയസ്സ് ഏകദേശം ആയപ്പോഴാണ് മരിച്ചത്, അവരൊക്കെ ഈ പുലിവാഹനായിരിക്കുന്ന അയ്യപ്പൻ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം ഈ കൂട്ടുപിടിച്ചുള്ള തീർത്ഥയാത്ര, ഒരു വ്രതാചരണം, ഇതൊക്കെ സിദ്ധ പാരമ്പര്യത്തിലുള്ളതാണ്. വ്രതാചരണം, മുരുകനുണ്ടെങ്കിൽ ആണ്ടിയൂട്ട്, ഇവിടുന്ന് പഴനിക്ക് പോക്ക്, നടന്നു പോകുന്നവർ, ഈ മുരുകനും ഇതേ പാരമ്പര്യമുണ്ട്, സെയിം പാരമ്പര്യം ഇല്ലേ? അതെ. കാര്യം നമ്മളുടെ ഒരു കൾച്ചർ വെച്ചിട്ട് നമ്മുടെ ഫാമിലി കൂടെ നമ്മൾ കേട്ടുവന്നൊരു കാര്യം, 41 ദിവസം വ്രതമെടുത്ത് 41 മണ്ഡലം ചവിട്ടി വന്ന ആൾക്കാർ അവരൊരു യോഗീശ്വരനായിട്ട്. അതാണ് യെസ്, എക്സാക്ട്ലി. ഇപ്പോൾ നായർ വിഭാഗം എടുത്താൽ അവരുടെ തറവാടുകളുടെ മുമ്പിൽ തന്നെ യോഗീശ്വര പ്രതിഷ്ഠ പലയിടത്തുണ്ട്, പല പേരിൽ. നമ്മുടെ വീടുകളിലുണ്ട്. കാരണം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം 12 സമാധികളുണ്ട്, ജീവസമാധികൾ. അത് ഈഴവർക്കും ഉണ്ട്, പറയർക്കും ഉണ്ട്, കുരിയാല എന്ന് പറയും, പുലയർക്കും ഉണ്ട്. അത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കാൻ കുട്ടികൾ, ചെറുപ്പക്കാർ മുന്നോട്ട് വരണം. അല്ലാതെ ഒന്നും നടക്കില്ല. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഈ വേദാന്തം പറഞ്ഞ എല്ലാ എണ്ണം കുരിശും താങ്ങി നടക്കും. കാര്യം എനിക്കിപ്പോൾ ഓർമ്മയാണ്, അപ്പോൾ എന്ന് വെച്ച് ശബരിമലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തെങ്ങും തൈ നേടുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ 41 ദിവസം ചില ആൾക്കാർക്ക്, എനിക്കിപ്പോഴും തോന്നുന്നുണ്ട് ചില ആൾക്കാർ തെങ്ങും തൈ കൊണ്ട് പോകണത് ഇതിങ്ങനെ വളർത്തിക്കൊണ്ട് വരും. അതിനുശേഷം ഇവർ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് സമാധി ഉണ്ടാവും, അവർ കല്യാണം കഴിച്ച മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് സമാധി ഉണ്ടാവില്ല, അസ്ഥിത്തറകൾ സൂക്ഷിക്കും. ഇപ്പം നോക്കൂ നിങ്ങൾ, തിരുവനന്തപുരത്ത് ഗോപൻ സ്വാമിയുടെ എന്ത് ആക്ഷേപമാണ് മീഡിയ ഉണ്ടാക്കിയത്. കാരണം എന്താ? ആ നാടാർ സമുദായത്തെ 99% ക്രിസ്തുമതം മതം മാറ്റി കഴിഞ്ഞു. അതിലൊരാൾ ശിവനെ ധ്യാനിച്ച് സമാധി ഇരുന്നാൽ ആർക്കാണ് കോട്ടം? ക്രിസ്തുമതത്തിലേക്കാണ് കോട്ടം. കുറേ പേര് തിരിച്ചിങ്ങോട്ട് വന്നാലുള്ള പേടി കൊണ്ട് മീഡിയ ഉപയോഗിച്ചിട്ട് പണം കൊടുത്തുകൊണ്ട് എന്തൊരു അറ്റാക്കായിരുന്നു ആ മനുഷ്യനെ. ഈ നമ്മുടെ ശൈവ വർമ്മക്കലൈ എനിക്ക് താല്പര്യമുള്ള, എൻ്റെ വർമ്മകലയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തെക്കൻ കളരി സമ്പ്രദായം കൂടെ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ക്രിസ്ത്യാനിറ്റി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പല ആൾക്കാരും ആ ശൈവ ട്രഡീഷൻ, സിദ്ധ ട്രഡീഷൻ അവരെ മാനസികപരമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ വളരെ കുറച്ച് കാലയളവായിട്ട് ക്രിസ്ത്യാനിറ്റിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് വന്നുകൊണ്ടിരിക്കുക. അതിനൊരു തമാശ കഥ പറയും. ഒരു അയ്യർ മതം മാറി, അപ്പോൾ ആ അയ്യർ ക്രിസ്ത്യാനിയായി. അപ്പോൾ ക്രിസ്ത്യാനിയായി പള്ളിയിലൊക്കെ പോകുമ്പോൾ എവിടെയോ യൂറോപ്യൻ ടൂർ പോയി വന്നപ്പോൾ കുറേ ദിവസം പള്ളിയിൽ കണ്ടില്ല. അപ്പോൾ ഇടവകയിൽ അച്ഛൻ ചോദിച്ചു, പിന്നെ തമിഴ്നാട്ടിലാണ്, എന്നെ നീ ചർച്ചിക്ക് വരலைയോ, എത്ര നാളാച്ച് ചോദിച്ചപ്പോൾ ഉടനെ ഈ അയ്യർ പറയാണ്, ശിവശിവ എന്നെ ചൊല്ലത്, എന്നെ ഞാൻ യൂറോപ്പിലെ പോനെന്ന്. അവിടെ ശിവശിവ വരും. പക്ഷെ ഇപ്പോൾ നടക്കുന്ന അസിമിലേഷൻ ടെക്നീക്കാണ്. അതായത് സിദ്ധ പാരമ്പര്യത്തിനും കൂടും അവർ, എന്നിട്ട് ഇത് അങ്ങ് കോപ്പി അടിക്കും. ശ്രദ്ധിക്കണം. ഗോപൻ സ്വാമിയൊക്കെ എന്തൊരു അപമാനം അവർ ചെയ്തതെന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും. അതായത് ആ ജാതിയിൽ നിന്ന് ഒരാൾ പോലും ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രാക്ടീസും ചെയ്യരുത് എന്നുള്ളതിനുള്ള അത്രത്തോളം പണം ഇറക്കുന്നുണ്ട് മീഡിയയിൽ. അതാണ് രസം. അപ്പോൾ അത് നമ്മൾ വളരെ കരുതിയിരിക്കണം.